എനിക്ക് എന്താ വെച്ചാൽ എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഉം. ആ, എനിക്ക് ഭയങ്കര അംബീഷൻ ഉണ്ട്. പക്ഷെ അതിലേക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാനൊക്കെ ഭയങ്കര ഒരു ഇതാണ്. ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അങ്ങനെ നോക്കി നിൽക്കുകയാണ് ഞാന്. പക്ഷെ എനിക്ക് അങ്ങനെ ഓരോ സ്റ്റെപ്പ് എടുക്കാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എന്നെ കൊണ്ട് കഴിയണില്ല. ഞാൻ എന്താ ചെയ്യാ, അപ്പോഴേക്കും ഡിസ്ട്രാക്റ്റഡ് ആയി പോവുക അങ്ങനൊക്കെ ആവുകയാണ്. ഓക്കെ. ലൈക്ക് ജസ്റ്റ് തിങ്ക് വാട്ട് ഈസ് യുവർ അംബിഷൻ, ലൈക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമായിട്ട് നിൽക്കുന്ന സംഭവം എന്താ? എനിക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. ബിസിനസ്, യു വാണ്ട് ടു ബി എ വുമൻ ഓൺടർപ്രണർ? ആ, യെസ്. യെസ് യെസ്. അപ്പൊ ഞാനൊരു കാര്യം പറയാം. അപ്പൊ മോള് പറഞ്ഞു മോള് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസിന് വെയിറ്റ് ചെയ്യാണ്, ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി. നമ്മൾ അങ്ങനെയാണ്. വി ആർ റിയലി ആംബിഷ്യസ് ആൻഡ് വി വാണ്ടഡ് ടു റീച്ച് സംവെയർ. വിൽ വിഷ്വലൈസ്, വിൽ ഹാവ് എ വിഷൻ അബൌട്ട് ഇറ്റ്. ബട്ട് ആസ് എ ഹ്യൂമൻ ബീങ് നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഇരിക്കും. വിൽ ബി വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ആരെങ്കിലും വന്ന് ഇങ്ങനെ ഒരു നോക്കിയാണ് വരെ നമ്മളിങ്ങനെ കാത്തിരിക്കും. ദാറ്റ്സ് ഹ്യൂമൻ. ഓക്കെ. ഇപ്പൊ ഞാനിപ്പോ ഒരു പബ്ലിക് സ്പീക്കർ ആണ്. അപ്പൊ ഇതിലുള്ള ഒരുപാട് സ്റ്റുഡൻസ് പബ്ലിക് സ്പീക്കർ ആവണം. ദേ വോണ്ട് ടു ബി എ പ്രൊഫഷണൽ സ്പീക്കർ. ദേ വോണ്ട് ടു ബ്രേക്ക് ദേ കോൺഫിഡൻസ്. ദേ വോണ്ട് ടു ബിക്കം എൻ ഓൺടർപ്രണർ. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും വിൽ സിറ്റ് ഇൻ ദ ഹോം ആൻഡ് വിൽ സേ ഐ വോണ്ട് ടു ബിക്കം ദാറ്റ്, ഐ വോണ്ട് ടു ബിക്കം ദിസ്, ഐ വോണ്ട് ടു ഡു ദാറ്റ്. പക്ഷേ ഇതിന്റെയൊക്കെ ഒരു കോർ ഏരിയ ദേ സിറ്റിംഗ് ഹോം. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളിങ്ങനെ വീട്ടിലിരിക്കുകയാണ്. The first thing that you should understand is that opportunities എന്ന് പറഞ്ഞ സംഭവം it will not come again. Okay. നമുക്ക് നമ്മുടെ ലൈഫിൽ ഡെയിലി വരുന്ന ഓരോ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. അത് ചിലപ്പോൾ നമുക്ക് ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്ന ഓരോയിരിക്കും. പക്ഷെ അത് നമ്മൾ ലീവ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ബസ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ബസ്സിന് പിന്നാലെ പോയിട്ട് കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ള ബസ്സാണെന്നുണ്ടെങ്കിൽ അത് നമുക്കറിയാം ദാറ്റ് ഇസ് ലീഡിങ് ഇൻ ടു എ ഗുഡ് ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് ഗ്രാബ് ഇറ്റ്. Don't wait for the other opportunity. Okay. If you have that thought inside of you that okay, I'm getting this opportunity, and sometimes we may need to seek some doors. നമ്മൾ ചിലപ്പോൾ എന്തെന്ന് വെച്ചാൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങോട്ട് വരുന്ന പോലെ തന്നെ നമ്മൾ ചില ഡോർ അങ്ങോട്ട് പോയി മുട്ടേണ്ടി വരും ഫോർ സംതിങ്. ഇപ്പൊ മിൻഹ എന്ന് പറഞ്ഞ പേഴ്സണാലിറ്റിക്ക് ഐ വോണ്ട് ടു ടേക്ക് സെഷൻ ഫോർ ദീസ് പീപ്പിൾ. ഓക്കെ. ഈ ഒരു കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർക്ക് ക്ലാസ് എടുക്കണം. ഇപ്പൊ ഞാനിപ്പോ സെഷൻ എടുക്കുന്നത് ഫുൾ സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിൽ എനിക്ക് പാരന്റ്സിന് വേണ്ടി സെഷൻ എടുക്കണം. എനിക്ക് കുറച്ച് നോളജ് അതിലുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? പാരന്റിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ആളുകളെ പോയി സീക്ക് ചെയ്ത് നോക്ക് ചെയ്ത് ഞാൻ എന്ത് ചെയ്യണം? അവരുടെ ഓപ്പർച്യൂണിറ്റി ചോദിക്കേണ്ടി വരും. കെൻ യു പ്ലീസ് ഗിവ് ദിസ് ഓപ്പർച്യൂണിറ്റി ഫോർ മീ സോ ദാറ്റ് ഐ ക്യാൻ ഗിവ് മൈ ഫുൾ പൊട്ടൻഷ്യൽ ദിയർ. കാരണം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഷോ ഓഫ് ചെയ്യാൻ പറ്റും. എന്റെ ഒരു പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് അവിടെ കാണിക്കാൻ പറ്റും. അവിടെ ഞാൻ ഓപ്പർച്യൂണിറ്റീസ്ക്ക് വേണ്ടി കാത്തിരിക്കല്ല, അവിടെ ഞാൻ പോയി ഡോർ സീക്ക് ചെയ്യാണ്. So if you're an entrepreneur, if you want to become a business woman, the first thing that you should understand is that start by small step. Start taking small steps. നമ്മൾ വീട്ടിൽ ഇരിക്കുന്നതിന് പകരം എന്ത് ബിസിനസ് ആണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, you should have the clear clarity about your vision and your business. എന്ത് ബിസിനസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഏത് കൈൻഡ് ഓഫ് ഓഡിയൻസിന് വേണ്ടി, ഏത് കൈൻഡ് ഓഫ് കസ്റ്റമേഴ്സിന് വേണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്തായിരുന്നു എന്റെ കോർ ഏരിയ, എന്താണ് എന്റെ കോർ വിഷൻ ഫോർ മൈ ഫ്യൂച്ചർ, ഫോർ 5 years, അല്ലെങ്കിൽ ഫോർ 1 year എന്താണ് എന്റെ ഫ്യൂച്ചർ ഗോൾ. ഫോർ 1 year എന്റെ ഗോൾ ഞാൻ എവിടെ എത്തും, എത്ര പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും, എത്ര ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര ടൈം ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ തന്നെ കംപ്ലീറ്റ് നമ്മുടെ മൈൻഡിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കാം. യു ഗോട്ട് ഇറ്റ്? ഓക്കെ, യെസ്. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബുക്കും പേപ്പർ എടുത്തിട്ട് സ്റ്റാർട്ട് റൈറ്റിംഗ് സ്മോൾ സ്റ്റെപ്സ്. പേര് കണ്ടെത്തിയെങ്കിൽ പേര് എഴുതുക. ആരൊക്കെയാണ്, നമ്മൾ മാത്രമാണ് ഈ ബിസിനസ്സിലുള്ളത്, എന്താണ് എന്റെ കോർ ഇന്റൻഷൻ ഈ ബിസിനസ് വെച്ചിട്ട്, എന്ത് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെയാണ് എനിക്ക് വേണ്ടത്, ഇത് അങ്ങോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ ആരൊക്കെ കണക്ട് ചെയ്യണം, വിച്ച് ടൈപ്പ് ഓഫ് ദി നെറ്റ്വർക്കിംഗ്സ്, എനിക്ക് ഏത് ടൈപ്പ് ഓഫ് നെറ്റ്വർക്കിംഗ്സ് ആണ് എനിക്ക് വേണ്ടത് എന്നുള്ളതൊക്കെ ഒരു ക്ലിയർ കട്ട് ക്ലാരിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അവിടെയാണ് നമ്മൾ സ്മോൾ സ്റ്റെപ്സ് എടുക്കുന്നത്. ഇപ്പൊ നൈസ എന്ന് പറഞ്ഞ മോള് നമ്മൾ വീട്ടിൽ ഇരിക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ തുടങ്ങാണ്. വി ആർ സ്റ്റാർട്ടിങ് സംതിങ്. ഓക്കെ. നമ്മൾ വീട്ടിൽ ഇരിക്കുന്നതിന് പകരം വി ആർ ഗെറ്റിംഗ് ഇൻ ടു ദ ട്രാക്ക്. ഇത് നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഗാലറിയിൽ ഇരുന്ന് കാണുക. ഇപ്പൊ നമ്മൾ ചെയ്യുന്നതൊക്കെ ഗാലറിയിൽ ഇരുന്ന് കാണാണ്. പക്ഷെ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്ന സമയത്താണ് നമ്മൾ ഫെയിലിയേഴ്സും നമ്മൾ സക്സസും നമ്മുടെ മിസ്റ്റേക്സും എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുക. So, if you want to be an entrepreneur, go create networks with entrepreneurs. Women entrepreneurs അടുത്ത് പോയിട്ട് നെറ്റ്വർക്കിംഗ്സ് ക്രിയേറ്റ് ചെയ്യുക. അവരുടെ അടുത്ത് നിന്ന് എന്താണ് അവർ പഠിച്ചത്, എന്തായിരുന്നു അവരുടെ ഫെയിലിയേഴ്സ്, എന്താണ് അവരുടെ സക്സസ് കീ എന്നുള്ളതൊക്കെ ചോദിച്ചറിയുക. ക്രിയേറ്റ് എ ഗുഡ് നെറ്റ്വർക്ക്, സ്റ്റാർട്ട് ബൈ സ്മോൾ സ്റ്റെപ്സ്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ മെല്ലെ 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 ആ ഒരു ഓൺടർപ്രണർഷിപ്പ് എന്നുള്ള സംഭവത്തിലേക്ക് മോൾ ഫോക്കസ് കൊടുക്കാം. പിന്നെ ഫസ്റ്റ് തിങ് ദാറ്റ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് ഫെയിലിയേഴ്സ് എന്നുള്ള സംഭവം നമ്മുടെ ലൈഫിലേക്ക് വരും. അത് ബിസിനസിന്റെ ഭാഗമാണ്, അത് ലൈഫിന്റെ ഭാഗമാണ്. പക്ഷെ അവിടെ ഒരിക്കലും സ്റ്റക്ക് ആയിട്ട് അവിടെ നിൽക്കരുത്. ബിസിനസ്സിൽ ലൈക്ക് ബേസിക് കാര്യമാണ്, നമുക്ക് അറിയുന്നതാണ് ഫെയിലിയേഴ്സ് വരും. നമുക്ക് എപ്പോഴും പ്രോഫിറ്റബിൾ ആവണമെന്നില്ല. ബിസിനസ്സിൽ ഒരിക്കലും നമ്മൾ എപ്പോഴും പ്രോഫിറ്റബിൾ ആവില്ല. ഇഫ് യു ആർ ഗോയിങ് ഇൻ ടു ഓൺടർപ്രണർഷിപ്പ്, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഫെയിലിയർ എന്നുള്ള സംഭവം അതിലൊരു ഭാഗമാണ്. പക്ഷെ ആ ഫെയിലിയർ എന്നുള്ള സംഭവം വരാനുള്ള ഒരു കോർ ഏരിയ ഉണ്ടായിരിക്കും. എന്തുകൊണ്ട് ഫെയിലിയർ വന്നു, വാട്ട് വാസ് മൈ മിസ്റ്റേക്ക് എന്നുള്ളത് കംപ്ലീറ്റ് അതൊന്ന് മനസ്സിലാക്കിയിട്ട് യു ഷുഡ് മൂവ് ഓൺ. സോ ഇഫ് യു ഹാവ് ദറ്റ് അംബിഷൻ, ഇഫ് യു ഡോണ്ട് ഹാവ് ദറ്റ് കോൺഫിഡൻസ് എനഫ്, ഒന്നുമില്ല, ബ്രേക്ക് ഇറ്റ് ആൻഡ് ഗെറ്റ് ഇൻ ടു ദ ട്രാക്ക്. ആ ട്രാക്കിലേക്ക് ഇറങ്ങി പണിയെടുക്കാൻ തുടങ്ങാം.
മറ്റേ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവിടെ ഇങ്ങനെ ഇരിക്കുള്ളൂ. അതിന്റെ കൂടെ തന്നെ ആസ് ബീങ് എൻ ഓൺടർപ്രണർ, ബി പേഷ്യന്റ് ആൻഡ് ബി കോൺസിസ്റ്റന്റ് വിത്ത് ദാറ്റ്. നമ്മൾ പേഷ്യന്റ് ആയിട്ട് ഇരിക്കുക, നമ്മൾ പ്രോഫിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എപ്പോഴും നമ്മൾ പ്രോഫിറ്റബിൾ ആവണം എന്നില്ല. ചില ടൈമിൽ നമ്മൾ എന്തെങ്കിലും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് വിൽ ഗെറ്റ് ദ പ്രോഫിറ്റ് വെൻ ഇറ്റ് ഇസ് ദ റൈറ്റ് ടൈം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ എഫേർട്ടുകൾ അതിലിടണം. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിൽ പേഷ്യൻസ് കൊടുക്കണം. അതുപോലെ തന്നെ കണക്ട് യുവർ സെൽഫ് വിത്ത് സപ്പോർട്ടീവ് പീപ്പിൾ. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ സെയിം മൈൻഡ് സെറ്റ് ഉള്ള ആളുകളുടെ കൂടെ ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ വിൽ എക്സ്പാൻഡ് അവർ മൈൻഡ്. നമ്മുടെ മൈൻഡ് എക്സ്പാൻഡ് ചെയ്യും. അതിൽ കൂടെ തന്നെ നമുക്ക് പുതിയ ഐഡിയാസ് കിട്ടും, നമ്മൾ പുതിയ സ്കിൽസുകൾ പഠിക്കാൻ തുടങ്ങും. അതൊക്കെ ശരിക്കും ഓൺടർപ്രണർഷിപ്പിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു ഷുഡ് ഡു ദാറ്റ് ഇസ് ദാറ്റ് എന്ത് ബിസിനസ് ആണ് മോള് തുടങ്ങുന്നത്, അതിന് എന്തൊക്കെ ഞാൻ ചെയ്യണം എന്നുള്ള സ്മോൾ സ്റ്റെപ്സ് എഴുതി വെക്കുക. സ്റ്റാർട്ട് യുവർ വർക്കിംഗ്. ഇത് നാളെ മറ്റന്നാളെ പറ്റുന്നൊന്നുമില്ല. സിറ്റ് ടുഡേ, ഇന്ന് ഇരിക്കുക, ഇന്ന് എഴുതുക, ഇന്ന് എന്ത് ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, വാട്ട് ഇസ് മൈ കോർ ഏരിയ, എന്ത് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ എനിക്ക് വേണ്ടത്, ഞാൻ എപ്പോൾ തുടങ്ങും, എന്താ ക്ലിയർ കട്ട്. ഇപ്പൊ സെൻസായി എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്, ഹി ആസ്ക് ക്വസ്റ്റ്യൻസ് ടു യു ബിക്കോസ് യു ഹാവ് ദ ക്ലാരിറ്റി ഇൻസൈഡ് യു. നമ്മുടെ ഉള്ളിലൊക്കെ ഉത്തരമുണ്ട്, പക്ഷെ ഒരാളെ നോക്ക് ചെയ്ത് തരണം. നമുക്കൊരാളെ നോക്ക് ചെയ്ത് തന്നാൽ ഈ ഉത്തരം പുറത്തു വരുള്ളൂ. എല്ലാവരുടെ ഉള്ളിലും ഉത്തരങ്ങളുണ്ട്, പക്ഷെ ഒരാളോട് ചോദിട്ട് തന്നാലേ നമ്മൾ ഉത്തരം പറയുള്ളൂ. സോ സിറ്റ് വിത്ത് യുവർ സെൽഫ്, ആസ്ക് യുവർ സെൽഫ് ആൻഡ് ഗെറ്റ് ദ ക്ലാരിറ്റി. ഓവർ ടു യു സെൻസായി. താങ്ക് യു മോളെ. എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു പേപ്പർ എടുക്കാം കേട്ടോ. ഇപ്പോൾ മിൻഹ പറഞ്ഞതെല്ലാം കേൾക്കണം, അത് അതേപോലെ ഫോളോ ചെയ്യണം. അത് കൂടെ ഞാൻ വേറെ ടെക്നിക്കും കൂടി പറഞ്ഞുതരാം. ഒരു പേപ്പർ എടുക്കുക, അതിൽ സ്റ്റിക്മാൻ അറിയില്ലേ, നമ്മൾ ചെറുപ്പത്തിൽ വരക്കുമല്ലോ, ഒരു റൗണ്ട് ഇട്ടിട്ട് ഒരു തല, രണ്ട് കൈ, രണ്ട് കാലൊക്കെ വരക്കണ്ട, അത്ര തന്നെ ഒരു സ്റ്റിക്മാൻ എന്ന് പറയുന്നത്. ഒരു സ്റ്റിക്മാൻ വരക്കാം. എന്നിട്ട് ആദ്യം എഴുതേണ്ടത് ഈ സ്റ്റിക്മാൻ ആരാന്ന്. ഒറ്റ ആൾ മാത്രമേ ഉള്ളൂ. ആ സ്റ്റിക്മാനിൽ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. ആ സ്റ്റിക്മാൻ ആരാന്ന് എഴുതാ. ഈസ് ഇറ്റ് എ മെയിൽ ഓർ എ ഫീമെയിൽ? അപ്പോൾ ഈ ചോദ്യം മോൾക്കുള്ള മെയിൽ ആണോ ഫീമെയിൽ ആണോ ഈ ഒരു നിങ്ങളെ കസ്റ്റമറോ? ബിസിനസ്സിലേക്ക് പോണ ആളല്ലേ, അപ്പൊ ഇത് മെയിൽ ആണോ ഫീമെയിൽ ആണോ എല്ലാം ബോത്ത് ആണോ, ആരാണ് കസ്റ്റമർ? ബോത്ത്. അപ്പം അവിടെ മേലെ ആ സ്റ്റിക്മാന്റെ മേലെ ബോത്ത് എഴുതിയേക്കാം. ആ സ്റ്റിക്മാന്റെ വയസ്സ് എത്ര ആയിക്കണ്? ആ സ്റ്റിക്മാന്റെ വയസ്സ് എത്ര? അത് ഞാൻ അങ്ങനെ ആക്കിയിട്ടില്ല. അങ്ങനെ ആക്കിയാലേ ഇങ്ങനെ ആവുള്ളൂ. മോൾക്ക് മനസ്സിലായോ? അങ്ങനെ ആക്കിയാലേ അവിടെ എത്തുള്ളൂ. എത്ര പേർക്ക് മനസ്സിലായി? ഗോട്ടിന്ന് ഏതാ അത്? ആ സ്റ്റിക്മാന്റെ വയസ്സ് എഴുതണം. ഈ ഒരു സ്റ്റിക്മാന് ലെറ്റ്സ് ഒരു എക്സാമ്പിൾ, ഓക്കെ, ഫീമെയിൽ ആണ്. ഈ ഒരു സ്റ്റിക്മാൻ ഒരു റൗണ്ട് അബൌട്ട് 15 to 25 years. അപ്പോൾ അത് എഴുതാം. ആ സ്റ്റിക്മാന് എന്താണ് പെയിന്, എന്താണ് വേദന? ആ സ്റ്റിക്മാന് ഇംഗ്ലീഷ് അറിയില്ല, ഓക്കെ. ആ സ്റ്റിക്മാന് കോൺഫിഡൻസ് ഇല്ല. ആ സ്റ്റിക്മാന് ബോഡി ഷേമിങ് ഉണ്ട്. ആ സ്റ്റിക്മാന് XYZ ഉണ്ട്. ആ സ്റ്റിക്മാൻ്റെ എല്ലാ വീക്ക്നെസ് അങ്ങോട്ട് എഴുതി വെക്കാം. മനസ്സിലായോ മോൾക്ക്? മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് മോൾ ചോദിക്കണ്ടേ, ഈ വീക്ക്നെസ്സിനൊക്കെ സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻ എൻ്റെ അടുത്തുണ്ടോ? മനസ്സിലാവണ്ടോ? എക്സാമ്പിൾ ഞാൻ പറയാം. എത്ര പേർക്ക് മനസ്സിലാവും? ഗോട്ട് GI എന്ന് ടൈപ്പ് ചെയ്യാം, ഗോട്ട് ഇൻ ടൈപ്പ്. അതിന് സൊല്യൂഷൻ എൻ്റെ അടുത്തുണ്ടോ? ആ സൊല്യൂഷൻ ഇല്ലെങ്കിൽ അതിനനുസരിച്ച് കണ്ടിന്യൂസ് ലേണിംഗ് ചെയ്യാം മോള്. നേരത്തെ മിൻഹ പറഞ്ഞാൽ അതിൽ മാസ്റ്റർ ചെയ്യാം. അതിൽ മാസ്റ്റർ എന്ന് വെച്ചാൽ വേർട്ടിക്കലായിട്ട് പഠിക്കാൻ പാടില്ല, ഹൊറിസോണ്ടലായിട്ട് എല്ലാം കയറി പഠിക്കരുത്. ഞാൻ ഇന്ന ആൾക്ക് ഇന്ന പെയിനുള്ള ആ പെയിനിലെ സൊല്യൂഷന് വേണ്ടിയിട്ട് നോളജും സ്കില്ലാണ് എനിക്ക് വേണ്ടത്. അതിനു വേണ്ടി ഞാൻ ഇന്നത് അടുത്ത ഒരു വർഷം വരെ പഠിക്കണം. എത്ര മോൾക്ക് മനസ്സിലായോ? അതിനുശേഷം നിങ്ങൾക്ക് അത് തുടങ്ങാം. വായ് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷൻ ഫോർ പെയിൻ നമ്പർ 1, പെയിൻ നമ്പർ 2, പെയിൻ നമ്പർ 3 ഫോർ എൻ ഏജ് ഗ്രൂപ്പ് XYZ. മനസ്സിലായോ മോൾക്ക്? അല്ലെങ്കിൽ അടുത്തത് ഈ ഒരു സ്റ്റിക്മാൻ ഒരു 15 മുതൽ 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അവർക്ക് വേണ്ടത് ഒരു വാനിറ്റി ബാഗ് എന്നല്ലേ പറയാം? വാനിറ്റി ബാഗ്, വാട്ട്സ് ഹാൻഡ് ബാഗ്. പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന മോളെ എന്താ അതിന് പറയാം? ഹാൻഡ് ബാഗ് അല്ല, ഒരു ഹാൻഡ് ബാഗ്. ഇവർക്ക് എല്ലാവർക്കും വേണ്ടത് ഒരു ഹാൻഡ് ബാഗ്. പക്ഷേ ഞാൻ ഈ സ്റ്റിക്മാൻ്റെ അടുത്തും ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരുടെ അടുത്തും നല്ല ബാഗില്ല. പക്ഷേ എനിക്കൊരു സൊല്യൂഷൻ ഉണ്ട്. മനസ്സിലാവുണ്ടോ? പെയിൻ എന്താണ്? പീപ്പിൾ ബിറ്റ്വീൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 15 to 20 ദേ ഡോണ്ട് ഹാവ് ബാഗ്. അവർ ബാഗ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ചൈനയിൽ നിന്ന് വാങ്ങിക്കണം. മനസ്സിലായില്ലേ? ആ ബാഗാണ് ക്വാളിറ്റി ഇല്ല. പക്ഷേ എൻ്റെ അടുത്ത് മെറ്റീരിയൽ ഉണ്ട്, എൻ്റെ അടുത്ത് ഡിസൈൻ ഉണ്ട്, എൻ്റെ അടുത്ത് ഐഡിയാസ് ഉണ്ട്, എൻ്റെ അടുത്ത് ക്രിയേറ്റിവിറ്റി ഉണ്ട്, എൻ്റെ അടുത്ത് ഇന്നോവേഷൻ ഉണ്ട്. എനിക്ക് ബാഗ് ഉണ്ടാക്കാൻ പറ്റും അതിനേക്കാൾ നല്ല ക്വാളിറ്റിയിൽ. മനസ്സിലാവുണ്ടോ മോൾക്ക്? മനസ്സിലാവണ്ടോ?
അപ്പോൾ ആ പെയിൻ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് വേണം പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ. പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ആ പെയിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കസ്റ്റമറിൽ, ഇതിനാണ് നമ്മൾ ഈ സ്റ്റിക്മാനാണ് നമ്മൾ പറയല് അവതാർ എന്ന് പറയല്. എല്ലാവർക്കും അവതാർ എന്ന് എഴുതാം. ഇതിനാണ് നമ്മൾ അവതാർ എന്ന് പറയല്, അല്ലെങ്കിൽ കസ്റ്റമർ പെർസോന എന്ന് പറയും. 2 വാക്കുകളുണ്ട്. ഒന്നിൽ ആ സ്റ്റിക്മാൻ നമ്മൾ പേര് അവതാർ എന്ന് പറയും, അല്ലെങ്കിൽ കസ്റ്റമർ പെർസോന എന്ന് പറയും. ആ പെർസോന ആ വ്യക്തിക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ പെയിന് മനസ്സിലായി, പെയിൻ അനുസരിച്ചുള്ള പ്രൊഡക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് ആ പെയിനെ ഞാൻ സോൾവ് ചെയ്യുമ്പോൾ ആ കസ്റ്റമർ അവതാറിന് ഒരു പി കിട്ടും. അതിനാണ് പ്ലഷർ എന്ന് പറയാം. എത്ര പേർക്ക് മനസ്സിലായി? 3 P ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ. ആദ്യം പെയിൻ ഐഡന്റിഫൈ ചെയ്യുക, പെയിൻ അനുസരിച്ചിട്ട് പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, പ്രൊഡക്റ്റിന് അനുസരിച്ചിട്ട് പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ ആ കസ്റ്റമർ അവതാറിന് പ്ലഷർ കിട്ടും. അപ്പോഴേ നിങ്ങളെ പ്രൊഡക്റ്റ് വിജയിക്കുള്ളൂ. അവിടെ പ്ലഷർ വന്നിട്ടില്ലെങ്കിൽ പോയിട്ടോ, പ്ലഷർ വന്നിട്ടില്ലെങ്കിൽ നിങ്ങളെ വിജയിക്കാൻ പോകുന്നില്ല. എത്ര പേർക്ക് മനസ്സിലായി? ക്രിസ്റ്റൽ ക്ലിയർ ടൈപ്പ് ചെയ്യുക. ആ പ്ലഷർ വന്നാൽ മാത്രമേ വിജയിക്കുള്ളൂ. അപ്പം നിങ്ങൾ ഒരുപാട് സ്റ്റഡി നടത്തണ്ടേ? ഓക്കെ. ഇനി രണ്ടാമത്തത് ഫാത്തിമീന പറഞ്ഞൊരു കാര്യം. മോൾക്ക് ചീത്ത എന്ന് പറഞ്ഞ സാധനം അറിയോ? ചീറ്റ. അറിയാം. എന്താണത്? ഒരു ആനിമൽ സ്പീഡിൽ ഓടുന്ന ആനിമൽ. എത്ര പേർക്ക് മനസ്സിലായി? സ്പീഡ് എന്ന് ടൈപ്പ് ചെയ്യാം, എസ് എന്ന് ടൈപ്പ് ചെയ്യാം എല്ലാവരും. സ്പീഡിൽ ഓടുന്ന ഒരു ആനിമലാണ് ചീത്ത. അത് സ്പീഡിൽ ഓടിയിട്ടാണോ വേട്ടയുന്നത്? അല്ലേ? എനിക്കറിയില്ല, നിങ്ങളെ പറയാം. സ്പീഡിൽ ഓടിയിട്ടല്ലേ വേട്ടയണത്? ആണ്. ഓക്കെ. ഇനി മറ്റൊരു സാധനം ഇന്നെ തന്നെ ഡൗട്ടിലാക്കി പോയി, ആകെ ബുദ്ധിമുട്ടായി പോയി ഞാൻ. രണ്ടാമത്തത് ക്രോക്കോഡൈൽ. എന്താണ് ക്രോക്കഡൈൽ? അത് അതിന്റെ മറ്റേതോണ്ട് ക്ലോസ് വെച്ചിട്ട് വായന്റെ ഉള്ളിൽ അതിങ്ങനെ ഓടിപ്പോ. ചീത്തന്റെ പിന്നാലെ, ചീത്ത കൂടുന്ന പോലെ പിന്നാലെ ഓടും? ഇല്ല. അതിന്റെ അടുത്തേക്കല്ലേ പ്രേ വരില്ലേ? ഉറപ്പല്ലേ? വെള്ളം കുടിക്കാനൊക്കെ വരുമ്പോഴല്ലേ അറ്റാക്ക് ചെയ്യല്? എത്ര പേർക്ക് മനസ്സിലായി? ക്രിസ്റ്റൽ ക്ലിയർ ടൈപ്പ് ചെയ്യാം എല്ലാവരും. ക്രിസ്റ്റൽ CC എന്ന് ടൈപ്പ് ചെയ്യാം. ഇനി നോക്കാം, ശരിക്കും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. നമ്മളൊരു ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ട് വരുമ്പം, നമ്മളൊരു പുതിയ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ, നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, നമ്മളൊരു പുതിയ ജോലിയിലേക്ക് കയറുമ്പോൾ, നമ്മൾ പുതിയൊരു പ്രൊഫഷനിലേക്ക് കയറുമ്പം, നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ചീത്ത സ്ട്രാറ്റജിയാണ്. കയറി അറ്റാക്ക് ചെയ്യുക, പോയി നോക്കിയ. ഒരു കാലത്ത് മമ്മൂട്ടി, മോഹൻലാലും എല്ലാവരും നോക്ക് ചെയ്തിട്ടുണ്ട്, ശരിയല്ലേ? ചാൻസ് തരുമെന്ന് ചോദിച്ചിട്ടുണ്ടാവില്ലേ? ഇല്ലേ? ഇന്ന് അവർ ചോദിക്കോ? ഇല്ല. അപ്പൊ അവര് ക്രോക്കഡൈലായി മാറി. എത്ര പേർക്ക് മനസ്സിലായി? ഇപ്പൊ മനസ്സിലായി? താങ്ക് യു പറ. താങ്ക് യു. എല്ലാവരും താങ്ക് യു പറയാം. TY എന്നിട്ട് എല്ലാവരും ടൈപ്പ്. ഇതിനാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ജീവിതത്തിൽ ആദ്യം വിജയിക്കണമെന്നുണ്ടെങ്കിൽ ചീറ്റ സ്ട്രാറ്റജി ഫോളോ ചെയ്യുക. ചീറ്റ സ്ട്രാറ്റജി ഫോളോ ചെയ്ത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ചീറ്റ സ്ട്രാറ്റജി ഫോളോ ചെയ്യാൻ പാടില്ല. നേരെ ബാക്കിലോട്ട് വന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക? ക്രോക്കോഡൈൽ സ്ട്രാറ്റജി ഫോളോ ചെയ്യാം. ബോത്ത് ആ CC വേണ്ട. ചീറ്റ സ്ട്രാറ്റജി അത് CS ആണ്, അതേപോലെ തന്നെ ക്രോക്കോഡൈൽ സ്ട്രാറ്റജിയും CS ആണ്. ഓൾക്ക് ഇപ്പൊ മനസ്സിലായോ? ഫോളോ ചെയ്യുക. അത് ഫോളോ ചെയ്യുക. ഒരിക്കലും ചീത്ത ആയിട്ട് ജീവിതം കാലം മുഴുവൻ കളയാൻ പാടില്ല. നിങ്ങൾ ആലോചിക്കേണ്ട എന്നാണ് എനിക്കൊരു ക്രോക്കഡൈലായി മാറുക. ഇപ്പൊ ഒരു ഉദാഹരണം എടുക്കാം. ഫാത്തിമ ക്രോക്കഡൈൽ ആണോ? ക്രോക്കഡൈൽ ആണ്. എത്ര പേര് മനസ്സിലായി? കാരണം ഫാത്തിമ മിന്നാന്റെ സംസാരം കേട്ടിട്ടുണ്ടാവും, യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും, ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടാവും, വേറെ സ്ഥലം. അപ്പോൾ ഫാത്തിമ മിന്നാൻ ഇങ്ങോട്ട് വന്നിട്ട് അന്വേഷിക്കല്. ഫാത്തിമ മിന്ന അങ്ങോട്ട് പോയി അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അത് ആ ഫസ്റ്റ് സ്റ്റേജിൽ എല്ലാവരും ചെയ്യണം. ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ അങ്ങോട്ട് പോയി കുട്ടണം. നമ്മൾ സ്റ്റേജിൽ ഫ്രീ ആയിട്ട് ചെയ്യണം. നമുക്ക് എത്രയും മാക്സിമം നമുക്ക് എക്സ്പോസ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മൾ ഇത് എക്സ്പോസ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് ക്രെഡൻഷ്യൽസ് കിട്ടാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ യു സിറ്റ് ബാക്ക്. പിന്നെ അവരെ വരുത്തിക്കണം അങ്ങോട്ട്. അവിടെയാണ് വിജയത്തിന്റെ സ്ട്രാറ്റജി. യു വിൻ വെൻ യു ബിക്കം എ ക്രോക്കഡൈൽ, നോട്ട് വെൻ യു ആർ എ ചീറ്റ. ക്രിസ്റ്റൽ ക്ലിയർ ആണോ നമ്മൾക്ക്? ഹാപ്പി ആണോ? 100%. ഞാൻ 0 to 10 ചോദിക്കാൻ പറ്റും. അതപ്പോൾ 100 എത്തിക്കണ്ടേ? Right. Thank you so much. Let's move on to the next caller.